ലീഡ്സ് കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സായ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറാണ് അല്ലേ. ആ സെക്കൻഡ് വേൾഡ് വാറിൽ ലാസ്റ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? എവിടെയായിരുന്നു? ലീഗ് ഓഫ് നേഷൻ അതിൻ്റെ ഇനി ഇഫക്ട്സ് ഓഫ് ദ വാറാണ് നമ്മൾ പറയേണ്ടത് അല്ലേ. ആ ഇഫക്ട്സ് ഓഫ് ദ വാർ ശ്രദ്ധിക്കുക നമ്മൾ. അതായത് ദ എൻട്രി ഓഫ് ദ സോവിയറ്റ് യൂണിയനും അമേരിക്കയുടെയും എൻട്രി ചേഞ്ച് ദ കോംപ്ലക്ഷൻ ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർസ്. അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഗതി മാറ്റിമറിച്ചു. ദ എൻട്രി ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് ദ അമേരിക്ക. ദെൻ ശ്രദ്ധിക്കണേ, ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദ അറ്റാക്ക് ഓഫ് ദ, അതായത് ആർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞില്ല? ഇറ്റലിക്കും ജർമ്മനിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദ അറ്റാക്ക് ആൻഡ് സറണ്ടേർഡ് ഇമ്മീഡിയറ്റ്ലി. അവരെന്ത് ചെയ്തു? സറണ്ടർ ചെയ്തു. ഏത് പവേഴ്സിലാണ് അവർ വരുന്നത്? ആക്സിസ് പവേഴ്സിൽ വരുന്ന രാജ്യങ്ങളാണ്. ഏതൊക്കെ? രണ്ട് തരത്തിലുള്ള പവേഴ്സാണ് ഉണ്ടായത് സെക്കൻഡ് വേൾഡ് വാറിൽ അല്ലേ. ഏതൊക്കെയാണ്? ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. ആക്സിസ് പവേഴ്സിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ദെൻ സെക്കൻഡ് അലൈഡ് പവേഴ്സിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സിസ് പവേഴ്സിലുള്ള ഇറ്റലിയും ജർമ്മനിയും എന്ത് ചെയ്തു? സറണ്ടേർഡ് ഇമ്മീഡിയറ്റ്ലി. അവർ കീഴടങ്ങി. ദെൻ മുസോളിനി വാസ് കിൽഡ് ബൈ ലോക്കൽ പാർട്ടിസൻസ്. മീൻസ് നാട്ടുകാർ പിടികൂടി ബാധിച്ചു ആരെ? മുസോളിനിയെ. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ എന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്തു. ശ്രദ്ധിക്കണേ, മുസോളിനി വാസ് കിൽഡ് ബൈ ലോക്കൽ പാർട്ടിസൻസ് ആൻഡ് ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ എഫക്ട്സ് ആണ്. ദെൻ അമേരിക്ക അതിനുശേഷം എന്ത് ചെയ്തു? ഇനി ആരാ കീഴടങ്ങാൻ സറണ്ടർ ചെയ്യാൻ ബാക്കിയുള്ളത്? ആരൊക്കെ സറണ്ടറായി? നമ്മൾ പഠിച്ചത് ഇറ്റലിയും ജർമ്മനിയും സറണ്ടറായി. ദെൻ ഇനി ഒരാളും കൂടെ സറണ്ടർ ആവാനുണ്ട്. ഏതാണ്? ജപ്പാൻ. അപ്പോൾ ആ സറണ്ടർ ആവാതിരുന്ന ജപ്പാനെ അമേരിക്ക റീച്ച്ഡ് ജപ്പാൻ. അമേരിക്ക ജപ്പാനിലെത്തി ആൻഡ് ഡ്രോപ്പ്ഡ് 2 ആറ്റം ബോംബ്സ്. 2 ആറ്റം ബോംബ് എന്ത് ചെയ്തു? വർഷിച്ചു. അവിടെ ഏതൊക്കെ ആറ്റം ബോംബ് നോക്കാം നമ്മൾ. ഏതാണ് ഇയർ? 1945. ദെൻ ശ്രദ്ധിക്കുക, ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമ. ജപ്പാനിലെ ഹിരോഷിമ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആറ്റം ബോംബ്. ലിറ്റിൽ ബോയ് ഹിരോഷിമ ഓൺ 6th ഓഗസ്റ്റ്. ദെൻ ഫാറ്റ്മാൻ ഇൻ നാഗസാക്കി ഓൺ 9th ഓഗസ്റ്റ്. ശ്രദ്ധിക്കണേ, ഇൻ 1945. അപ്പോൾ ഈ 2 ആറ്റം ബോംബും അവിടെ ഡ്രോപ്പ് ചെയ്തതോടു കൂടിയിട്ട് ആരും സറണ്ടറായി? ജപ്പാനും സറണ്ടറായി. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിൻ്റെ ഇഫക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ജപ്പാൻ സറണ്ടേർഡ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നും കൂടെ ഞാൻ പറയാം. The entry of the Soviet Union and America changed the complexion of the Second World War. Second World Warന്റെ ഗതി മറിച്ചു. അമേരിക്കയും സോവിയറ്റ് യൂണിയന്റെയും എൻട്രി. Then Italy and Germany not withstand the attack and surrendered immediately. മറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അലൈഡ് പവേഴ്സിന്റെ അറ്റാക്സിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ആർക്ക് കഴിഞ്ഞില്ല? നമ്മൾ നേരത്തെ പറഞ്ഞ ഇറ്റലിക്കും ജർമ്മനിക്കും കഴിഞ്ഞില്ല. സോ ദേ സറണ്ടേർഡ്. അവർ സറണ്ടർ ചെയ്തു. ബട്ട് ആ സമയത്ത് ആര് സറണ്ടർ ചെയ്തിരുന്നില്ല? ജപ്പാൻ സറണ്ടർ ചെയ്തിരുന്നില്ല. ഇതിനിടയിലുണ്ടായ ഒരു സംഭവം, മുസോളിനി വാസ് കിൽഡ് ബൈ ലോക്കൽ പാട്രിസൺസ്. നാട്ടുകാർ പിടികൂടി വധിച്ചു മുസോളിനി. ആൻഡ് ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തു. ദെൻ ലേറ്റർ എന്താ ഉണ്ടായത്? സറണ്ടർ ആവാതിരുന്ന ജപ്പാനെ അമേരിക്ക റീച്ച്ഡ് ടു ജപ്പാൻ ആൻഡ് ഡ്രോപ്പ്ഡ് 2 ആറ്റം ബോംബ്സ്. വൺ ഈസ് ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമ ഓൺ 6th ഓഗസ്റ്റ് ആൻഡ് ഫാറ്റ്മാൻ ഇൻ നാഗസാക്കി 9th ഓഗസ്റ്റ് ഇൻ 1945. ഓക്കെ, അതാണ്. അങ്ങനെ ലേറ്റർ ജപ്പാൻ സറണ്ടേർഡ്. ഓക്കെ, അതാണ് ആ ഭാഗത്ത് നിന്ന്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാറാണ് നമുക്ക് പറയാനുള്ളത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഒരു യുദ്ധം വരുമ്പോൾ, ഒരു വാർ ഉണ്ടാവുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവുക? ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ പഠിച്ചാലല്ലേ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ 1945 ഇതിപ്പോൾ തന്നെ നോട്ട് ചെയ്തോളെ. എന്ത്? ലിറ്റിൽ ബോയ് ഹിരോഷിമ ഓഗസ്റ്റ് 6th ഓഗസ്റ്റ് ഓൺ. ദെൻ ഫാറ്റ്മാൻ നാഗസാക്കി ഓൺ 9th ഓഗസ്റ്റ്. ദെൻ 1945
1945 കേട്ടോ. അത് വൺ വേർഡിന് പല പ്രാവശ്യങ്ങളായിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്, ഇഫക്ട്സ് ഓഫ് ദ വാർ. ഇനി ദെൻ നമുക്ക് പറയാനുള്ളത് എന്താണ്? കോൺസിക്വൻസസ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. കോൺസിക്വൻസസ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ. കോൺസിക്വൻസസ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. ശ്രദ്ധിക്കണേ, ഓവർ 10 million people died. എത്രയാണ്? ഓവർ 10 million people died. 10 million പീപ്പിളിന് ഏറെ ആളുകൾ എന്ത് ചെയ്തു? ഡൈ ആയി. ശ്രദ്ധിക്കണേ, ഡൈഡ്. ദെൻ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. അത് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റിസൾട്ട് പഠിക്കുമ്പോഴും അവരുടെ യൂറോപ്യൻസിൻ്റെ എക്കണോമിക് കണ്ടീഷൻ ഡിസ്ട്രോയ് ആയി എന്ന് നമ്മൾ മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ലോൺ എടുത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എവിടുന്ന് ലോൺ എടുത്തത്? അമേരിക്കയിൽ നിന്ന് ലോൺ എടുത്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒന്നുകൂടെ അവരുടെ എക്കണോമിക് കണ്ടീഷൻ ഡിസ്ട്രോയ് ആയി. ശ്രദ്ധിക്കണേ, എക്കണോമിക് സിസ്റ്റം ഓഫ് പറയണേ ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടോ. എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. അതായത് എക്കണോമിക് കണ്ടീഷൻ, യൂറോപ്യൻസിൻ്റെ എക്കണോമിക് കണ്ടീഷൻ എന്താ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഇൻഡസ്ട്രിയലൈസേഷൻ, അവരുടെ കൊളോണിയലൈസേഷൻ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നല്ല വെൽ സെറ്റപ്പ് ആയിരുന്നു എന്ന് പറയുന്നത് യൂറോപ്യൻസ്. ബട്ട് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷവും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവരുടെ കണ്ടീഷൻ എന്തായി? മോശമായി. അപ്പോൾ എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. ഓക്കെ, പൂർണ്ണമായിട്ടും. ദെൻ നെക്സ്റ്റ് നോക്കുക, യൂറോപ്യൻ ഡൊമിനൻസും തകർന്നു. നോക്കണേ, അതുവരെ യൂറോപ്യൻ ഡൊമിനൻസ് ഉണ്ടായത് സ്ഥാനത്ത് ആരൊക്കെയാണ് വരുന്നത് നമുക്കറിയാലേ. ആരൊക്കെയാ? അമേരിക്കയും സോവിയറ്റ് യൂണിയനും വലിയ ശക്തികളായിട്ട് മാറിയില്ലേ. അപ്പോൾ യൂറോപ്യൻ ഡൊമിനൻസ്, അവരുടെ ആധിപത്യം, യൂറോപ്യൻ ഡൊമിനൻസ് വേർ ഡിസ്ട്രോയിഡ്. ഓക്കെ, യൂറോപ്യൻ ഡൊമിനൻസ് ഡിമിനിഷ്ഡ്. ഡിസ്ട്രോയിഡ് മീൻസ് ഡിമിനിഷ്ഡ് തന്നെ. ഡിമിനിഷ്ഡ്. യൂറോപ്യൻ ആധിപത്യം തകർന്നു. യൂറോപ്യൻ ഡൊമിനൻസ് വേർ ഡിസ്ട്രോയിഡ് ഓർ ഡിമിനിഷ്ഡ്. ദെൻ നെക്സ്റ്റ് നോക്കുക, ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഫ്രീഡം മൂവ്മെന്റ്സ്, അതായത് ഏഷ്യയിലെയും അങ്ങനെ അത് സ്ട്രെങ്ത് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ, അമേരിക്കയും ഇവരെന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. ആരെ? ഏഷ്യയും ആഫ്രിക്ക പോലെയുള്ള കോണ്ടിനെൻസിലുള്ള കോളനി രാജ്യങ്ങളുണ്ടല്ലോ, കോളനീസിനെ. ആ കോളനീസിനെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു. ആരെയും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സോവിയറ്റ് യൂണിയനും അമേരിക്കയും. സോ ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ആഫ്രിക്ക ആൻഡ് ഇന്ത്യ വേർ സ്ട്രെങ്തൻഡ്. ശക്തിപ്പെട്ടു. സ്ട്രെങ്തൻഡ്. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കാം. ഓർ സ്ട്രെങ്തൻഡ് ഓർ ഇന്റൻസിഫൈഡ് ചെയ്തത്. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ആസ്, അതാണ് മെയിൻ പോയിന്റ് ഇതിലുള്ള കേട്ടോ. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ, അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് എ ഗ്ലോബൽ, ഒരു വലിയ ശക്തിയായിട്ട്, ഗ്ലോബൽ പവേഴ്സ്. അമേരിക്കയും അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് എ ഗ്ലോബൽ പവേഴ്സ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, അപ്പോൾ അമേരിക്കയും, ഇത് മെയിൻ പോയിന്റ് ആണ്, ഇത് ശ്രദ്ധിക്കണേ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കോൺസിക്വൻസസ് ഉള്ളതാണ്.
അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് ഗ്ലോബൽ പവേഴ്സ്. ഇനി അങ്ങോട്ടൊക്കെ പഠിക്കാനുണ്ട് ഈ സംഭവം കേട്ടോ. അങ്ങനെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ ഗ്ലോബൽ പവേഴ്സായിട്ട് വളർന്നു വരാനുള്ള മെയിൻ റീസൺ എന്താണ്? യൂറോപ്യൻ ഡൊമിനൻസ് വേർ ഡിമിനിഷ്ഡ്. ഓക്കെ, അതാണ് ഇവർ വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസണ്. അപ്പം നോക്കാം നമ്മൾ എന്താണ് അടുത്ത പോയിന്റ് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നമ്മൾ പീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസേഷനാണ് ലീഗ് ഓഫ് നേഷൻസ് അല്ലേ. അതിൻ്റെ ഫെയിലിയർ ആണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവാനുള്ള മറ്റൊരു റീസൺ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ ഏതാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വന്നിട്ടുള്ള പീസ് ഓർഗനൈസേഷനാണ് ഏതെന്ന് പറയുന്നത്? UNO വാസ് ഫോംഡ്. ശ്രദ്ധിക്കണേ, UNO വാസ് ഫോംഡ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. UNO ഫോം ചെയ്തു. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടന UNO ഫോം ചെയ്തു. ഇത്രയാണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. വൺ മോർ, ഓവർ 10 million പീപ്പിൾ ഡൈഡ്. എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വേർ ഡിസ്ട്രോയിഡ് ഓർ ഡിമിനിഷ്ഡ്. പിന്നെ ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ആഫ്രിക്ക ആൻഡ് ഇന്ത്യ എന്നല്ല, ആഫ്രിക്ക ആൻഡ് ഏഷ്യ കോണ്ടിനെൻസിൻ്റെ ഇതാ പറയുന്നത് കേട്ടോ. കുറേ കൺട്രീസ് ഉണ്ടല്ലോ അതിലൊക്കെ തന്നെ. അപ്പോൾ ആഫ്രിക്ക ആൻഡ് ഏഷ്യ വേർ സ്ട്രെങ്തൻഡ്. ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക ഇതൊക്കെ അതിൽ വരും കേട്ടോ. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് ഗ്ലോബൽ പവേഴ്സ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരു ഗ്ലോബൽ പവേഴ്സായിട്ട് ഉയർന്നു വന്നു. മെയിൻ പോയിന്റ് ആണ്. ദെൻ ലാസ്റ്റ് UNO വാസ് ഫോംഡ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഫോർ പ്രിസർവിങ് പീസ് അല്ലേ, സമാധാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് UNO ഫോം ചെയ്തു. അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇപ്പം തന്നെ പഠിച്ചോളേ, ഈ പോയിന്റ്സ് ഇപ്പം തന്നെ ലോട്ട് ചെയ്യുക, ഇപ്പം തന്നെ പഠിക്കുക. കോൺസിക്വൻസസ്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോൺസിക്വൻസസ് ആണ് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് UNOനെ കുറിച്ചാണ് പറയേണ്ടത്. UN ഡേ. ഇപ്പോൾ ഈ UN ഫോം ചെയ്ത് നമ്മൾ പഠിച്ചല്ലോ. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ഫോർ പ്രിസർവിങ് പീസ് UNO വാസ് ഫോംഡ്. എന്താണ് UNO ഡേ? UN ഡേ നോക്കുക നമ്മൾ. ഓൺ ദ വിങ്സ് ഓഫ് പീസ് ആണ് നമുക്ക് പറയാനുള്ളത്. അതിൽ UN ഡേ ഒക്ടോബർ 24 ആണ് UN ഡേ ആയിട്ട് നിങ്ങളെ സ്കൂളിലൊക്കെ തന്നെ ഈ UN ഡേ എന്ത് ചെയ്യാറുണ്ട്, ആഘോഷിക്കാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഒക്ടോബർ 24 ആണ് എന്ത് UN ഡേ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഒക്ടോബർ 24? എന്താണ്? ദാറ്റ് ഈസ് UN ഡേ. UN ഡേ ആണ് 24th ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വന്നത് എപ്പോഴാണ്? 24th in 1945. അത് പറയണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് ഉണ്ടായ സമയത്തല്ലേ, in 1945. ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? അമേരിക്കയാണ്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ന്യൂയോർക്കാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് UN ഈസ് ന്യൂയോർക്ക് ഇൻ അമേരിക്ക. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഏതിൻ്റെ? UN ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്, അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കുക. UN ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. സോ ഏതൊക്കെയാണ് UN ലക്ഷ്യങ്ങൾ നോക്കുക നമ്മൾ. ഓക്കെ, അതുകൂടെയാണ് നമുക്കിനി പറയാനുള്ളത് കേട്ടോ. UN ലക്ഷ്യങ്ങൾ, എയിംസ് ഓഫ് UNOയുടെ ലക്ഷ്യങ്ങൾ. ഇവിടെ പോയിന്റ്സ് എഴുതാനുള്ള സ്ഥലം ഉണ്ടാവില്ല, സോ ഞാൻ ഇത് മായ്ക്കാണ് കേട്ടോ. അപ്പോൾ ഒക്ടോബർ 24 പ്രത്യേകത എന്താണ്? UN ഡേ ആണ്. UN 1945. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് UN അമേരിക്കയിലെ ന്യൂയോർക്കാണ് അല്ലേ. ദെൻ എന്താണ് ഇതിൻ്റെ എയിംസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡിൻ്റെ മുകളിൽ എഴുതി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, ലിസൺ. ഒബ്ജക്റ്റീവ്സ് ഓഫ് UN ആണ് നമ്മൾ പറയുന്നത് അല്ലേ. ടു സേവ് ദ സക്സീഡിങ് ജനറേഷൻസ് ഫ്രം ദ സ്കോറേജ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ വരും തലമുറയെ
നെക്സ്റ്റ് ജനറേഷന് യുദ്ധഭീതി ഫ്രം ദ സ്കോറേജ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ യുദ്ധഭീതി എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും ആണ് ഇപ്പം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒക്കെ തന്നെ ഒരു റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ യുദ്ധത്തെക്കുറിച്ചൊരു ഫിയർ ഉണ്ടാവും. സോ അത്തരത്തിൽ യുദ്ധമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് UN-യുടെ ഒരു ഒബ്ജക്റ്റീവ്. മെനി ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതിൽ സമ്മാണ് നമ്മൾ കുറച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്, സം ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ടു സേവ് ദ സക്സീഡിങ് ജനറേഷൻസ് ഫ്രം ദ സ്കോറേജ് ഓഫ് വാർ, യുദ്ധഭീതിയിൽ നിന്ന് ഇനിയുള്ള ജനറേഷനെങ്കിലും എന്ത് ചെയ്യണം, രക്ഷിച്ചെടുക്കണം. ദെൻ പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്, അതായത് അന്താരാഷ്ട്ര ട്രീറ്റീസ്, ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസും എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ അതായത് ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പല രാജ്യങ്ങളും തമ്മിൽ ഈ ട്രീറ്റീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനിയൊരു യുദ്ധമില്ലാതിരിക്കാൻ വേണ്ടി, ഇനിയൊരു വാർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ പ്രിക്കോഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നിലനിൽക്കുക എന്നുള്ളതാണ് UN-ന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. പ്രൊട്ടക്റ്റ് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്. ദെൻ ടു ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ്, മറ്റ് രാജ്യങ്ങളുടെ എക്കണോമിക്കലും സോഷ്യലുമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന്. അപ്പോൾ ഈ UN-ന് പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിന് എന്താണ്, നമ്മുടെ ആരോഗ്യത്തിന്, ഹെൽത്തിന് വേണ്ടിയിട്ട് വേറെ തന്നെ ഉണ്ട്, WHO കേട്ടിട്ടില്ല, അങ്ങനെ പല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വേറെ ഉണ്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിന്. അപ്പോൾ അത്തരത്തിൽ ടു ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ UN എന്ത് ചെയ്യാറുണ്ട്, ഇടപെടാറുണ്ട് അല്ലേ. ഇപ്പോൾ ഈ കൊറോണയുടെ സമയത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, UN-ന്റെ ഓരോരോ ഡിക്ലറേഷനൊക്കെ തന്നെ അവരുടെ പ്രഖ്യാപനങ്ങൾ വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല, അപ്പോൾ അതൊക്കെ പത്രങ്ങൾ വായിച്ചാലേ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ടു ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ്, പല രാജ്യങ്ങളുടെയും സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് UN-ന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് UN ടു സേവ് ദ സക്സീഡിങ് ജനറേഷൻസ് ഫോർ ദ സ്കോറേജ് ഓഫ് വാർ, പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്, ദെൻ ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ തന്നെ അതെന്ത് ചെയ്യുക, പോയിന്റ് ചെയ്തോളണേ, പോയിന്റ് ചെയ്യാം ഓരോന്നായിട്ട്. എന്ത് ചെയ്യുക, ടു സേവ് ദ സക്സീഡിങ് ജനറേഷൻസ് ഫ്രം ദ സ്കോറേജ് ഓഫ് വാർ, then protect international treaties and laws, then to foster social and economic development of countries. ഓക്കെ, അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഈ എന്താണ് ഫ്രീഡം മൂവ്മെൻറ്റ്, അതായത് കോൺസിക്വൻസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് പോയിന്റ്, ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക വേർ സ്ട്രെങ്തൻഡ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡിക്കോളനൈസേഷൻ നോക്കുക. നമ്മൾ എന്താണ് ഡിക്കോളനൈസേഷൻ നോക്കുക, ഡിക്കോളനൈസേഷൻ. വാട്ട് ഈസ് ദിസ് ഡിക്കോളനൈസേഷൻ? ആഫ്റ്റർ ദ Second World War, dominance of the imperialist powers was questioned. Imperialist powers inde അവരുടെ പവേഴ്സ്, ഇമ്പീരിയലിസ്റ്റ് കൺട്രീസിൻ്റെ പവേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു. ഏതിനു ശേഷം? ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. ദെൻ യൂറോപ്യൻ കൺട്രീസ് കുഡ് നോട്ട് സപ്രസ് ദ ഇൻറ്റൻസിഫൈഡ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇൻ കോളനീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടത്ര എന്താണ് ഈ ഫ്രീഡം മൂവ്മെൻറ്റിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി വേണ്ടത്ര കെയർ ചെയ്യാൻ, അതായത് അവരെന്തായിപ്പോയി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവരുടെ ഡൊമിനൻസ് എന്തായിപ്പോയി ഡിമിനിഷ്ഡായി നമ്മൾ പഠിച്ചില്ലേ. സോ വേണ്ടത്ര ഈ എന്താണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലും ഒക്കെ തന്നെ ഫ്രീഡം മൂവ്മെൻറ്റ്സിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല, അടിച്ചമർത്താൻ വേണ്ടി കഴിഞ്ഞില്ല. മാത്രമല്ല നമ്മൾ നേരത്തെ പഠിച്ചൊരു പോയിന്റ്, അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്തായിട്ട് മാറി, ഗ്ലോബൽ പവറായിട്ട് മാറി. ആൻഡ് ദേ സപ്പോർട്ടഡ്, അവർ സപ്പോർട്ട് ചെയ്തു ആരെ, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനീസിനെ. അങ്ങനെ എന്ത് ചെയ്തു, ദേ സപ്പോർട്ടഡ് ദ മൂവ്മെന്റ്സ് വേരിയസ് യൂറോപ്യൻ കോളനീസ്. ഗ്രാജുവലി കോളനീസ് സ്റ്റാർട്ടഡ് ടു സെക്യൂർ ഫ്രീഡം. ഗ്രാജുവലി
കോളനീസ് സെക്വേർഡ് ഫ്രീഡം. ഓരോരോ രാജ്യങ്ങൾ, അതായത് സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക സപ്പോർട്ടഡ് കോളനീസിനെ സപ്പോർട്ട് ചെയ്തു. ഫോർ വാട്ട്? ഫോർ അറ്റൈൻ ഫ്രീഡം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാജുവലി കോളനീസ് സ്റ്റാർട്ടഡ് ടു സെക്വയർ ഫ്രീഡം. അപ്പോൾ ഏതിൽ നിന്ന്? ഫ്രം ഇമ്പീരിയലിസ്റ്റ് കൺട്രോളിൽ നിന്ന് ഈ കോളനീസ് എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് ടു സെക്വയർ ഫ്രീഡം. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഡീകോളനൈസേഷൻ. ഓക്കെ, ഡീകോളനൈസേഷൻ ഞാൻ ബോർഡിൽ എഴുതുന്നില്ല, ഒന്നുകൂടി പറയാം. The USA and the USSR which emerged as superpower after the Second World War. They supported freedom movements in various European colonies like Asia, Africa and Latin America. Gradually, colonies started to secure freedom from the imperialist control. This process is known as decolonization. Okay. അപ്പോൾ അത്രയാണ് ആ ഭാഗത്ത് നിന്ന് കോളനീസ് ബിക്കം ഫ്രീ എന്ന് പറയുന്ന ആ പാട്ടിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാം, വാട്ട് ഈസ് കോൾഡ് വാർ? ഡിക്കോളനൈസേഷൻ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ഈസ് ഡിക്കോളനൈസേഷൻ? ഒന്ന് പറഞ്ഞു നോക്കണേ, ഞാൻ പറയുമ്പോൾ ഒപ്പം തന്നെ പറഞ്ഞു കൊടുക്കണം. വാട്ട് ഈസ് ഡീകോളനൈസേഷൻ? The USA and the USSR which emerged as global powers after the Second World War, they supported colonies to secure freedom and started to secure freedom from the imperialist control. This process is known as decolonization. Okay. Then next, Cold War. What is Cold War? ഇനി കോൾഡ് വാറാ പറയാനുള്ളത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ വരെ സോവിയറ്റ് യൂണിയനും USA-യും ഒരു കമ്പനിയാണ് അല്ലേ. അതിന് ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ നമ്മൾ പഠിച്ചല്ലോ, ആയിട്ടുള്ള എന്ത് ചെയ്തു? അലയൻസിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. എന്തൊക്കെ നോക്കാം നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ. The USA and the USSR that formed anti-fascist alliance during the Second World War. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ് ഉണ്ടാക്കിയത് when the time of Second World War-ൽ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് അതുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നാണ്, കോൾഡ് വാർ എന്താണെന്നാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോൾഡ് വാർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വരണം. ഡീകോളനൈസേഷൻ വരെ കോൾഡ് വാർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയേണ്ടത്. അതിന് ലാസ്റ്റ് അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ വരെ ഈ USA-യും, അതാണൊരു പോയിന്റ് കേട്ടോ, USA-യും സോവിയറ്റ് യൂണിയനും ഒരു അലയൻസിലാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഏത് അലയൻസിലാണ് അവരുണ്ടായത്? ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ്. നമ്മൾ പറഞ്ഞതല്ലേ. പിന്നീട് എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കണം കേട്ടോ. ആൻറ്റി ഫാസിസ്റ്റ് അലയൻസിലാണ് ഉണ്ടായിരുന്നത്. ഏതുവരെ? അണ്ടിൽ സെക്കൻഡ് വേൾഡ് വാർ വരെ. അപ്പോൾ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കേണ്ടത്. ആ അമേരിക്കയും USSR-ഉം തമ്മിലുണ്ടായിട്ടുള്ള കോമ്പറ്റീഷൻസും അവരുടെ വാറുമാണ് ശരിക്കും കോൾഡ് വാർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.